ഹായ് അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഇന്ന് റമദാനിലെ എൻ്റെ ഒരു ഡേ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൽ മോർണിംഗ് ടു നൈറ്റ് വരെയുള്ള വിശേഷങ്ങളാണ്. പിന്നെ പവിത്രമാക്കപ്പെട്ട പുണ്യ റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യും. അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ദിവസം ഒരു 10 ആയത്തെങ്കിലും അല്ലെങ്കിൽ 2 പേജെങ്കിലും ഖുർആൻ ഓതി ദിവസം തുടങ്ങാനും നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് കഴിയാറുണ്ടോ? ഈ ഒരു വിശുദ്ധ മാസത്തിൽ പോലും ഖുർആനുമായി യാതൊരു ആത്മബന്ധവും ഇല്ലാത്തതിനുള്ള കാരണം എന്താണെന്ന് അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം അത്താഴത്തിന് എഴുന്നേറ്റപ്പോൾ ഒരു 4:45 മോനെ എഴുന്നേറ്റപ്പോൾ അവനെ ഉറക്കാൻ വേണ്ടി അങ്ങനെ നോക്കി ടൈം പോയതാണ്. അപ്പോൾ അവന് ഉറങ്ങിയതുമില്ല, അങ്ങനെ സമയം പോയി. പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കരച്ചിലും അങ്ങനെയൊക്കെ ആവുമ്പോഴല്ലേ ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ അത്താഴം കഴിച്ചു. ഇന്ന് അത്താഴം കഴിക്കാൻ ഐഷു ഉണ്ട്. അവൾക്ക് നോമ്പ് നോൽക്കാൻ നല്ല ആഗ്രഹമാണ്. അൽഹംദുലില്ലാ ഇപ്പോൾ 3 നോമ്പ് നോറ്റു. പിന്നെ ഞാൻ മോന് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ സുബി ബാങ്ക് കൊടുത്തിട്ടുണ്ട്. സുബി ബാങ്ക് കൊടുത്താൽ ഉപ്പയും ഉക്കയും പള്ളിയിലേക്ക് പോവും. പിന്നെ ഞാൻ മോനെ ഐഷുവിനെ ഏൽപ്പിച്ചിട്ട് ഞാനും നിസ്കരിക്കാൻ നിന്നു. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു അരമണിക്കൂർ ഖുർആൻ ഓതും. സുബഹിയോട് അടുത്ത സമയവും അതുപോലെ നോമ്പ് തുറക്കാനുള്ള ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് ടൈമും നമ്മുടെ ദുആകൾ പഠിച്ചവനൊരിക്കലും തള്ളപ്പെടാത്ത സമയമാണ്. ഇന്ന് മക്കൾ പോയ ഉടനെ തന്നെ ളുഹ നിസ്കരിച്ചു. പിന്നെയാണ് ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ മക്കളെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇത് ഞാൻ സ്പൈസസൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളൊരു ഓർഗനൈസറാണ്. ഓൺലൈനായിട്ടല്ല വാങ്ങിയത്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ക്രോക്കറി ഷോപ്പിൽ നിന്നാണ്. ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നിയിട്ടോ. പിന്നെ അധികം നമുക്ക് സ്പേസ് വേണ്ട. ഇതിങ്ങനെ നീളത്തിലുള്ള ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ അധികം സ്പേസ് വേണ്ട. എൻ്റെ അടുത്ത് മുമ്പ് ഒരു റൗണ്ടിലുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സ്പൈസസൊക്കെ വെക്കുന്ന ആ ഒരു റാക്കിൽ അത് വെക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പാപമോചനത്തിൻ്റെ 10 നമ്മിൽ നിന്ന് കയ്യാറായി. ഇനി നരകമോചനത്തിൻ്റെ 10 കൂടി. എത്ര എളുപ്പമാണ് റമദാൻ മാസം നമ്മിൽ നിന്നും കടന്നു പോകുന്നത്. ഈ ഒരു മാസത്തിൽ പോലും നമുക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾക്കും വേണ്ടത്ര ആരാധനകളും ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ നിർഭാഗ്യവാന്മാരിൽപ്പെട്ടവർ തന്നെയാണ്. ഈമാനോട് കൂടിയും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടും ഭൗതിക നേട്ടങ്ങളൊന്നുമില്ലാതെ നമ്മൾ നോമ്പ് നോൽക്കുക. ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ഷിർക്ക് ചെയ്യാതെ നമ്മൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ ആരാധനകൾ നിർവഹിക്കുക. ഒരു സൽക്കർമ്മം മറ്റൊരു സൽക്കർമ്മത്തിലേക്ക് നമ്മെ എത്തിക്കും. ഒരു തെറ്റ് മറ്റൊരു തെറ്റിലേക്ക് നയിക്കും എന്ന് പറയുന്നത് പോലെ ഒരു കാര്യം മറക്കാൻ വേണ്ടി കളവ് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ കളവ് പറയേണ്ടി വരും. നമ്മളൊരു സൽക്കർമ്മം ചെയ്താൽ പുതിയൊരു സൽക്കർമ്മം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് നമുക്കൊരു തൗഫീക്ക് കിട്ടും. സൂറത്തുൽ അൻകബൂത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, നമ്മുടെ മാർഗത്തിൽ ആരാണോ ത്യാഗപരിശ്രമത്തിന് തയ്യാറാവുന്നത് അവർക്ക് നാം കൂടുതൽ വഴികൾ എളുപ്പമാക്കി കൊടുക്കും. കൂടുതൽ നന്മ ചെയ്യാനുള്ള മാർഗങ്ങൾ അള്ളാഹു നമുക്ക് കാണിച്ചു തരും. തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയും ഇനി തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഈ ഒരു റമദാനോടുകൂടെ നമ്മളെല്ലാവരും പ്രതിജ്ഞ എടുക്കണം. ഈ ഒരു റമദാനോടുകൂടി എല്ലാം നിർത്തി വെക്കാതെ ഇനിയുള്ള മാസങ്ങളിലും ഇതെല്ലാം തുടർന്നു പോകാനും പഠിച്ചോ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പോൾ ളുഹർ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ചെറിയ രീതിയിലൊക്കെ വീടൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പിന്നെ ഞാൻ മേല് കഴുകിയിട്ട് ളുഹർ നിസ്കരിക്കാൻ നിന്നു. ഒരു ദിവസം നമുക്ക് ഒരു പേജെങ്കിലും ഓതാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്നറിയാമോ? ഒരടിമക്ക് ഇത്തരം ന്യാമത്തിലേക്ക് അവൻ അടുക്കുകയില്ല. നമ്മുടെ കൽബിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം നഫ്സിനോട് തന്നെ ചോദിച്ചു നോക്കുക, എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത് എന്ന്. എവിടെയാണ് നമുക്ക് പാളിച്ച അത് തിരുത്തി ജീവിതം ചിട്ടയോടെ കൊണ്ടുപോവുക.
ഖുർആനുമായി എപ്പോഴും ഒരു ആത്മബന്ധം ഉണ്ടായിരിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക ഖുർആനെ. എപ്പോഴും ഖുർആനുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടായിരിക്കുക. ഖുർആനെ ചേർത്ത് പിടിച്ച് ജീവിച്ച ഒരാൾക്ക് ഖുർആൻ നാളെ നമ്മുടെ ഖബറിൽ അനീസായിട്ട് വരും. ഈ അനീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുമായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടുകാരനെ പോലെയാണ്. ഖിയാമത്ത് നാളിൻ്റെ ദിവസത്തിൽ പുനർജീവന സമയമുണ്ടല്ലോ, അപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആൾ മലക്കുകളോട് ചോദിക്കും, ഇന്നലെ സന്ധ്യാനേരത്താണല്ലോ എൻ്റെ ബന്ധുമിത്രാദികൾ ഇവിടെ കബറടക്കി പോയിട്ടുള്ളത്. നേരം വെളുത്തപ്പോയേക്കും അന്ത്യനാളായോ? അപ്പോൾ മലക്കുകൾ പറയും, നീ 1000 വർഷങ്ങളോളം ഖബറിൽ കിടന്നവനാണ്. എന്നാൽ അദ്ദേഹത്തിന് അത് അത്രയും വർഷമായെന്ന് തോന്നുന്നില്ല. ഖുർആൻ അദ്ദേഹത്തിൻ്റെ കൂടെ അനീസായിരുന്നു, നേരം പോക്കിൻ്റെ കൂട്ടുകാരനായിരുന്നു. എത്ര സമയം നമ്മുടെ കൂടെ ചെലവഴിച്ചാലും നമുക്ക് സമയം പോകുന്നത് അറിയാത്ത കൂട്ടുകാരനെ പോലെ ഖുർആൻ നമുക്ക് അതുപോലെയുള്ള കൂട്ടുകാരനാവണം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമായിട്ടുള്ള ഖുർആൻ നമ്മൾ ചേർത്ത് പിടിക്കണം. ഖുർആൻ ഓതാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. ഖുർആൻ ഒരാളുടെ കൽബിലുണ്ടെങ്കിൽ ദുഷിച്ച ചിന്തയൊന്നും ഉണ്ടാവില്ല. കുശുമ്പ്, ദേഷ്യ, അഹന്ത അങ്ങനത്തെ മോശം ചിന്തകളൊന്നും ഉണ്ടാവില്ല. ആയിഷ ബീവി പറഞ്ഞല്ലോ റസൂലിനെ കുറിച്ച്, ഖുർആനായിരുന്നു അവിടുത്തെ പ്രകൃതം. ഖുർആനുമായി അടുത്താൽ നമ്മുടെ കൽബിലും നമ്മുടെ മുഖത്തും അതിൻ്റെ പ്രകാശവും സൗന്ദര്യമൊക്കെ ഉണ്ടായിരിക്കും. ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവൻ്റെ പെരുമാറ്റ രീതിയിലാണ്. ഖുർആൻ പാരായണം, ഖുർആൻ അവതീർണമായ മാസം എന്ന നിലയ്ക്ക് കൂടുതൽ നമ്മൾ ഖുർആൻ ഖത്തം തീർക്കുക. ആയിഷ ബീവി പറയുന്നുണ്ട്, നമ്മുടെ റസൂൽ ഒരിക്കലും വീട്ടിൽ വെറുതെ ഇരുന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ മടിയെല്ലാം മാറ്റിയിട്ട് നമ്മൾ കൂടുതൽ ആരാധനകൾക്കും മറ്റ് സൽക്കർമ്മങ്ങൾക്കൊക്കെ നമ്മുടെ സമയം ചെലവഴിക്കുക. നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വലിയ വെളിച്ചമുണ്ടാക്കാൻ വിശുദ്ധ ഖുർആന് സാധിക്കും. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനെ ആയത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. ഖുർആൻ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും നമുക്ക് പാരായണം ചെയ്യുന്നത് തെറ്റില്ല. അങ്ങനെ ചെയ്യരുതെന്ന് നമ്മുടെ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിലേക്ക് വെറുതെ നോക്കി നിന്നാൽ പോലും പ്രതിഫലമുണ്ട്. പക്ഷേ ഖുർആനിലെ ഓരോ ആയത്തിൻ്റെ നിർവചനം മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചുണ്ടാക്കണമെങ്കിൽ ഖുർആൻ്റെ ആത്മാവ് നമുക്ക് കണ്ടെത്തണം. വിശുദ്ധ ഖുർആൻ്റെ ആത്മാവ് അറിയുന്ന രീതിയിൽ നമുക്ക് പാരായണം ചെയ്യണം. കൂടുതൽ നമ്മൾ ഖുർആനെ പഠിക്കുമ്പോൾ തീർച്ചയായും ഖുർആൻ ആത്മീയമായി നമ്മളെ മാറ്റും. ഖുർആനെ നമ്മൾ അവഗണിച്ചും വേണ്ട രീതിയിൽ പരിഗണിക്കുകയും ചെയ്യാത്തവരാണോ? ഈ ഒരു റമദാൻ മാസത്തിൽ ആദ്യത്തെ ഒരു 10 കഴിഞ്ഞപ്പോഴേക്കും ഒരു 100 പേജ് അല്ലെങ്കിൽ ഒരു 50 പേജെങ്കിലും ഓതി തീർക്കാത്തവരാണോ? 1ഉം 2ഉം അതിലേറെ ഖത്തം തീർത്തവരുണ്ടാവും. വെള്ളിയാഴ്ച ദിവസം നമ്മൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. ഒരിക്കലും കഹ്ഫ് സൂറത്ത് ഓതുന്നവനും അതിൻ്റെ ആദ്യ ഭാഗത്തുള്ള 10 ആയത്ത് മനഃപ്പാടമാക്കിയവനും അള്ളാഹു സുബ്ഹാനഹു തആല നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അങ്ങനെ ഞാൻ 4:45 ആയപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വന്നതാണ്. ഇന്നിപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ആക്കുന്നത്. നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചെറിയൊരു പീസ് തക്കാളി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവലുണ്ട്. ഉള്ളി വഴറ്റുന്ന സമയത്ത് കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ സ്പൈസസും അങ്ങനെയൊക്കെ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു. പിന്നെ ഉപ്പും 1 ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീരും വെളിച്ചെണ്ണയും നെയ്യും മിക്സാക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു 3 വിസിൽ വന്നാൽ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി. പിന്നെ ചിക്കൻ കറിയും ആക്കിയത് അങ്ങനെ ഫുള്ള് എല്ലാ മസാലയും ഇട്ട് മിക്സാക്കിയിട്ട് വിസിലടിച്ചു. പിന്നെ ലാസ്റ്റ് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാം. പിന്നെ സമൂസ വീട്ടിൽ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ നോമ്പ് ആയതിനു ശേഷം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഫില്ലിങ് തലേ ദിവസം റെഡിയാക്കിയിരുന്നു. ചിക്കൻ ഫില്ലിംഗ് ആണ്. പിന്നെ മക്കളും ഇക്കയും കൂടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഫില്ലാക്കുന്നത്. ഇക്കാക്കിന്ന് പുറത്ത് നോമ്പ് തുറയുണ്ട്. അപ്പോൾ അവരത് ഫില്ലാക്കുന്ന ടൈമിൽ ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ നിന്നു. അപ്പോൾ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫ്രൂട്ട്സും കട്ട് ചെയ്യുക. ഇതിൽ മെയിൻ പണിയെന്ന് പറഞ്ഞാൽ ഓരോ ഫ്രൂട്ട്സും കട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതിലേക്കുള്ള കസ്റ്റാർഡ് ഞാൻ പാലിൽ മിക്സാക്കി കുറുക്കിയിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് മുന്തിരി, സ്ട്രോബെറി, അനാറ്, ആപ്പിള്, പിന്നെന്താ റോബസ്റ്റ പഴം ഒന്നുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തു. പിന്നെ ഇളനീരുണ്ടായിരുന്നു, അപ്പോൾ അതും ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കട്ട് ചെയ്യുന്ന കണ്ട് ഉപ്പ് വന്ന് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. ക്യാമറ ഓണാക്കി വെച്ചപ്പോൾ ഇവർക്ക് ഓരോരോ കാര്യങ്ങൾ കണ്ടില്ലേ. നമ്മൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഫുഡാക്കി കൊടുത്തിട്ട് അവരെ നോമ്പ് തുറപ്പിക്കുന്നതിനും നമുക്ക് പ്രതിഫലമുണ്ട്.
നല്ല മനസ്സോടെ, നല്ല ചിന്തയോടെ, നല്ല നീയത്തോടെ നമ്മൾ ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ലാതെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഏത് തെറ്റ് ചെയ്യുന്ന ആളുകൾക്കും അല്ലാഹു തആല നല്ല ജീവിതത്തിന് അവസരം കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മൾ വിജയിക്കുക. അല്ലാഹു തആല എല്ലാവരെയും വിളിക്കുന്നത് പാപമോചനത്തിലേക്കും അതേ തുടർന്ന് സ്വർഗത്തിലേക്കുമാണ്. ഞാനിപ്പോൾ തെറ്റ് ചെയ്തല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ച് മനസ്സിനും ശരീരത്തിനും അമിത ഭാരമൊക്കെ കൊടുത്ത് ശേഷിക്കുന്ന കാലം അങ്ങനെ തീരാൻ വിടരുത്. അതീവ ഗുരുതരമായ തെറ്റുകൾ ചെയ്ത പലരും അവരുടെ വിശുദ്ധ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. ഫുലൈൽ എന്ന സമർഖന്ദിൻ്റെ പേടി സ്വപ്നം കാലങ്ങളോളം പെരുങ്കൊള്ള നടത്തി ആളുകളുടെ സമ്പത്ത് അന്യായമായി അപഹരിച്ചിരുന്നു. ചരിത്രമൊരിക്കലും മറക്കാത്ത ഫുലൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു എന്ന സൂഫി വര്യനിലേക്ക് എത്തിയത് അങ്ങനെയാണ്. ഹദീദ് എന്ന സൂറത്തിൻ്റെ വചനങ്ങൾ അദ്ദേഹത്തെ തിരുത്തുകയായിരുന്നു. നമ്മൾ നമ്മുടെ നാഥനോട് പാപമോചനത്തിനായി പ്രാർത്ഥിക്കുക, പശ്ചാത്തപിക്കുക. നമ്മുടെ നാഥൻ കരുണാനിധിയാണ്, ഏറെ സ്നേഹിക്കുന്നവനുമാണ്. ഗുരുതരമായ തെറ്റ് സംഭവിച്ചവരോട് പോലും അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നില്ലേ? അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും മഹാകാരുണ്യവാനുമാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളോർത്ത് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. ചെയ്ത പാപങ്ങളോർത്ത് ഹൃദയം വിങ്ങിപ്പൊട്ടണം. തെറ്റുകൾക്ക് പൂർണ്ണ വിരാമമിടണം. ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം വേണം. മനുഷ്യരുമായി ബന്ധപ്പെട്ട സർവ്വ ബാധ്യതകളിൽ നിന്നും മുക്തരാവണം. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പുറത്തു തരാൻ പറയുകയും അവരത് പുറത്തു തന്നെങ്കിൽ മാത്രമേ നമ്മുടെ തൗബ സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ പല നേരങ്ങളിൽ തൗബ ചെയ്തിട്ടുണ്ട്, പക്ഷെ വീണ്ടും അതിലേക്ക് തന്നെ വൈദ്യുതി വീണുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ആ ആശങ്കയുടെ കാരണം എന്നെപ്പോലെ നിങ്ങൾക്കും അറിയാം. നമ്മുടെ അശ്രദ്ധ തന്നെയാണ്. നിയന്ത്രണം നാം ഓരോരുത്തർക്കും ഉണ്ടായാൽ വിശുദ്ധ ജീവിതത്തിൻ്റെ വഴി എളുപ്പമാകും. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വത്തക്ക ഇതുപോലെ സ്കൂപ്പ് ചെയ്യാനൊരു സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ റൗണ്ടായിട്ട് നമുക്ക് കിട്ടും. ഒന്ന് പ്രസ് ചെയ്ത് വട്ടത്തിലൊന്ന് കറക്കിയെടുത്താൽ മതി. കസ്റ്റാർഡ് കുറച്ച് നേരത്തെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് മുമ്പായിട്ട് ഞാൻ ഫ്രഷ് ക്രീമാണ് ഒഴിക്കുന്നത്. ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീം ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട്. പിന്നെ മിൽക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു കസ്റ്റാർഡിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റാർഡും കുതിർത്ത് വെച്ച കസ്കസും ചേർക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തില്ല, എൻ്റെ അടുത്തില്ല. ഇതെന്തായാലും ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കൊക്കെ തികയാത്ത പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഇഷ്ടമായിട്ടുണ്ട്. അത്യാവശ്യം കുറച്ചധികം ഫ്രൂട്ട്സ് തന്നെ വേണം. അങ്ങനെ ഫ്രൂട്ട് സലാഡ് റെഡിയായി. ഇനി ചിക്കൻ കറിയിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ ഇക്ക കക്കരിക്ക ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇക്ക നോമ്പ് തുറക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നോമ്പ് തുറക്കാനാവുമ്പോഴേക്കും ഇവർ രണ്ടാളും തന്നെ എല്ലാം റെഡിയാക്കും. പ്ലേറ്റും ഗ്ലാസും അതുപോലെ ജ്യൂസ് ഒഴിച്ച് വെക്കുക, അങ്ങനെ സ്റ്റൂള് കൊണ്ടുവന്ന് വെക്കുക, അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യും. അവർക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ ആ ഒരു ടൈമിൽ. പിന്നെ മോൻക്കാണെങ്കിൽ കുക്കിംഗ് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്. അവന് ഓരോന്ന് ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ സ്വയം ഇങ്ങനെ ചെയ്യാൻ നോക്കും. അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഫ്രൈ ഐറ്റംസ് ഓരോരുത്തർക്ക് ഓരോന്ന് എടുക്കാൻ ആ ഒരു രീതിയൊക്കെ ഉണ്ടാക്കും. പിന്നെ ഞാൻ നോമ്പ് തുറന്നിട്ട് നിസ്കരിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞിട്ടാണ് മെയിൻ ഫുഡ് കഴിക്കുന്നത്. പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് ജസ്റ്റ് പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അത്താഴത്തിനുള്ള ചോറും വെച്ചിട്ടുണ്ട്. പിന്നെ ഖുർആൻ ഓതാൻ നിന്നു. വിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ ഖുർആൻ ലോക ജനത, പ്രത്യേകിച്ചും ലോക മുസ്ലിങ്ങൾ വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണുകയും എടുക്കുകയും വായിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നൊരു ഏക ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ശുദ്ധിയില്ലാതെ അതിൽ സ്പർശിക്കരുത് എന്ന്. അപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ അത് എവിടെ വെക്കണം, സൂക്ഷിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ. നമ്മുടെ വീടുകളിൽ ഖുർആൻ വെക്കാൻ പ്രത്യേക ഒരു സ്ഥലം തന്നെ വേണം, കുറച്ച് ഹൈറ്റിലായിട്ട്. വിശുദ്ധ ഖുർആനിലെ ഒരക്ഷരം ഓതിയാൽ 10 കൂലിയാണ്.
അലിഫ് ലാം മീം എന്നുള്ളതിൽ ഒരക്ഷരമല്ല, അതിൽ അലിഫ് ഒരക്ഷരവും ലാം വേറെ ഒരക്ഷരവും മീം വേറൊരക്ഷരവുമാണ്. അങ്ങനെ നോക്കുമ്പോൾ റമദാനിലെ എല്ലാ നന്മകൾക്കും 70 ഇരട്ടി പ്രതിഫലമാണെന്ന് ഹദീസിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റമദാൻ മാസത്തിൽ ഖുർആൻ ഓതിയാൽ മറ്റു മാസങ്ങളിലേക്കാളും നമുക്ക് എത്രയോ പ്രതിഫലം ഇരട്ടി കിട്ടും. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് റമദാനിൽ ചൊല്ലിയാൽ 13,300 പ്രതിഫലമാണ് ലഭിക്കുക. അതുപോലെ 156 അക്ഷരമുള്ള ഫാത്തിഹ സൂറത്ത് ഓതിയാലോ. ഖുർആൻ പാരായണത്തിന് ഒരുങ്ങുമ്പോൾ കുറച്ച് മര്യാദകളൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആദ്യം ഔദ് ചൊല്ലണം, പിന്നെ ബിസ്മി ഓതണം. സൂറത്തു തൗബയുടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമും ഇടയ്ക്ക് ബിസ്മി ചൊല്ലൽ കറാഹത്തുമാണ്. പിന്നെ നമ്മൾ ഖുർആൻ ഓതാൻ ഇരിക്കുമ്പോൾ കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കൽ, അതുപോലെ സുഗന്ധം പൂശുക. 14 സ്ഥലങ്ങളിൽ ഖുർആനിൽ തിലാവത്തിൻ്റെ സുജൂദ് പറയുന്നുണ്ട്. ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ നിസ്കാരത്തിലെ ഷർത്തുകളെല്ലാം നമുക്ക് ആവശ്യമാണ്. പൂർണ്ണമായി ഔറത്ത് മറക്കലും ശുദ്ധിയും ഉണ്ടെങ്കിൽ ഈ സുജൂദ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നിസ്കാരത്തിലല്ലെങ്കിൽ ഓത്തിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും ഒരു സുജൂദും കഴിഞ്ഞ് 2 സലാം വീട്ടണം. സുജൂദിലേക്ക് പോകുമ്പോഴും ഉയരുമ്പോഴും അല്ലാഹു അക്ബർ ചൊല്ലൽ സുന്നത്താണ്. സുജൂദ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 4 പ്രാവശ്യം ചൊല്ലാം. പിന്നെ വുളൂ ഉണ്ടായിരിക്കണം. നമ്മൾ ആർക്കോ വേണ്ടി ചെയ്യാതെ നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടി ഖുർആൻ പാരായണം ചെയ്യുക. നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാതിരിക്കുക. അഥവാ സംസാരത്തിന് വേണ്ടി പാരായണം മുറിച്ചാൽ വീണ്ടും നമ്മൾ ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങണം. നമ്മുടെ മുസഫിൻ്റെ മേലെ ഒരു വസ്തുവും വെക്കാതിരിക്കൽ. നമ്മുടെ കാലിന് താഴെ മുസഫ് വരാതിരിക്കുക. ഇപ്പോൾ ഹൈല്, നിഫാസ്, ജനാബത്ത് അങ്ങനെയുള്ള അവസരം ഖുർആൻ എന്ന ഉദ്ദേശപ്രകാരം ഒരക്ഷരം പോലും ഓതരുത്. എല്ലാം ഹറാമാണ്. ഖുർആൻ എന്ന ഉദ്ദേശം ഇല്ലെങ്കിൽ ഏത് ഭാഗവും നമുക്ക് ഓതാം. പിന്നെ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കി വരുന്നിരുന്ന സൂറത്തുകളൊന്നും മുടക്കരുത്. പിന്നെ തറാവി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ എൻ്റെ ചെറിയ നാത്തൂനും ഒക്കെ കൂടിയിട്ട് ബീച്ചിൽ സമയം അധികം സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത്. ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് അങ്ങോട്ട്. പിന്നെ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കോപ്പർ കിച്ചണിൽ പോയിട്ട് ഈ ഒരു കബാബിൻ്റെ പ്ലേറ്ററും ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അന്നത്തെ റമദാനിലെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.